മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ഒരു കാപ്പിക്കടയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ ന്യൂസ് ചാനലുകളിലും എല്ലാം തന്നെ ട്രെൻഡിങ്. ആ കാപ്പിക്കട എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിവസം മാസ്റ്റർ ഓഫ് സെറമണി അഥവാ ആങ്കർ ആയിട്ട് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ഏതാ കടയുടെ പേരെന്നറിയാമോ? ബൈമി കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. 190-ലധികം രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു സ്ഥാപനം, അത് നമ്മുടെ കേരളത്തിൽ തന്നെ മുഖച്ഛായ മാറ്റുമെന്ന് ഉറപ്പുള്ള ഒരു വലിയ സംരംഭത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എത്തിച്ചേർന്ന വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ബൈമിയ കോഫിയുടെ കാര്യത്തിൽ അതിമനോഹരമായ ഒരു ആശയമുണ്ടായി. ആശയം അതിനേക്കാൾ മനോഹരമായി അത് ഒരു പ്രോജക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്നിപ്പോ ലോകത്തെ എല്ലായിടത്തും ഓഫീസ്. ഈ ഒരു സംരംഭത്തിന്റെ അതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 2 മലയാളികളാണ്. അതും നമ്മുടെ സ്വന്തം മലപ്പുറത്തുകാരാണ് എന്ന് അറിഞ്ഞ അഭിമാനത്തിലാണ് അദ്ദേഹം അന്ന് അവിടെ ഉദ്ഘാടനത്തിനായിട്ട് വന്നത്. നമ്മുടെ നാട് വലിയ പ്രശ്നത്തിന്റെ ഭാഗമാകുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ എനിക്ക് വ്യക്തത കുറവുണ്ട്. പക്ഷേങ്കിൽ ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്കാണ് ബൈമിയ കോഫി എന്ന പേര് കേട്ടതുകൊണ്ട് മാത്രം ഇതൊരു കാപ്പിക്കടയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്ത വാർത്തകളിലാണ് എനിക്ക് എതിർപ്പുള്ളത്. ശരിക്കും നിങ്ങളൊരു വാർത്ത കൊടുക്കുന്ന സമയത്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് പോലും അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാത്ത ഈ ഒരു പ്രവണത ഏത് വർഷം മാറും എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. ബൈമിയ കോഫി എന്ന് പറയുന്നത് യുദ്ധകാലത്തും കോവിഡ് കാലത്തും മാത്രമല്ല, എപ്പോഴൊക്കെ മനുഷ്യർ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ 190-ലധികം വരുന്ന രാജ്യങ്ങൾ ആശ്രയമായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരു ഓൺലൈൻ ഫണ്ട് റേസിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് ക്രിയേറ്റർമാർക്കായാലും ജേർണലിസ്റ്റുകൾക്കായാലും ഇനി ഏതുതരം വ്ളോഗേഴ്സ് തുടങ്ങിയിട്ടുള്ള യൂട്യൂബേഴ്സ് തുടങ്ങിയ എല്ലാ ആളുകൾക്കും, അതായത് ഒരു വീഡിയോ ഡിസൈനേഴ്സ് ആയിക്കോട്ടെ, ഏത് തരം ആളുകൾക്കും ഫണ്ടിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബൈ മിയ കോഫി. നമ്മൾ ഇംഗ്ലീഷിൽ പലതരം ഫ്രേസസ് ഉണ്ട്. ശരിക്കും അത്തരത്തിലൊരു ഫ്രേസ് മാത്രമാണ് ബൈ മിയ കോഫി. നമ്മളൊരു സഹായം ചോദിക്കുന്നതിന് പകരം ഇതൊരു സഹായമായിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാകാരന്മാർക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു സഹായം എന്ന രീതിയിലാണ് ബൈ മിയ കോഫി എന്ന രീതിയിൽ ഈ പേര് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ചായക്കടയോ കാപ്പിക്കടയോ ഒരു കഫേയുടെയോ ഉദ്ഘാടനം ചെയ്യാനല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഹൈലൈറ്റ് മാളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മാറി മാറി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ ഈ ഒരു കാലഘട്ടത്തില് AI-ക്ക് വേണ്ടിയിട്ടും നമ്മുടെ കേരളത്തില് വിവിധ തരത്തിൽ IT ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമായിട്ട് AI വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു സ്റ്റാർട്ടപ്പിനെ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഉദ്ഘാടനത്തിനായിട്ട്, അതും മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് വന്നിട്ടുള്ളത്. പ്രളയ സമയത്ത് അദ്ദേഹം ചെയ്തതിലോ ചെയ്യാൻ പോകുന്നതിലോ ഇനി ചെയ്തു പോയതിലോ ആയിട്ടുള്ള ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, അത് ബൈ മിയ കോഫി ഒരു കാപ്പിക്കടയല്ല. തിരുത്തേണ്ടത് മാധ്യമങ്ങളാണ്, തെറ്റുകൾ പറഞ്ഞു പരത്തിയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഈ വീഡിയോ കണ്ട് എന്നെ പൊങ്കാലിടാനായിട്ട് വരുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സമയത്തും അതേതായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇനി കേന്ദ്രത്തിന്റെ പരിപാടിയായാലും വളരെ ആദരവോട് കൂടിയിട്ട് ആ പ്രോഗ്രാം എല്ലാം തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവതരിപ്പിച്ച് തിരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തെറ്റ് കണ്ടതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം, അതിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.